ഏറാമല ഗ്രാമപഞ്ചായത്തിൽ കൈവിട്ട ഭരണം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ശക്തമായ പോരാട്ടമാണ് LDF കാഴ്ചവെക്കുന്നത്. RJD നേതാവ് VK സന്തോഷ് കുമാർ ഉൾപ്പെടെ കഴിവുറ്റ സ്ഥാനാർത്ഥികളാണ് ഓരോ വാർഡുകളിലും മത്സര രംഗത്തുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാൻ VK സന്തോഷ് കുമാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറാമല പഞ്ചായത്തിലെ 7ാം വാർഡിലെ LDFിൻ്റെ സ്ഥാനാർത്ഥിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറാമല പഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരിച്ചുപിടിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ചും നമുക്കറിയാം, ഈ പഞ്ചായത്ത് കേരളത്തിന് തന്നെ മാതൃകയാവുന്ന ഒട്ടനവധി പദ്ധതികൾ ആവിഷ്കരിച്ച ഒരു പഞ്ചായത്തായിരുന്നു ഏറാമല. കഴിഞ്ഞ വർഷത്തെ UDFിൻ്റെയും RMPയുടെയും ഭരണം ഒരുപക്ഷെ ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ കൊണ്ട്, ഒരു കയ്യബദ്ധം കൊണ്ട് ഒരു ഭരണമാറ്റം വന്ന് അതിനുശേഷം ഈ പഞ്ചായത്ത് ഒരു വികസന പ്രവർത്തനത്തിന് പോലും നേതൃത്വം കൊടുക്കാൻ പുതിയ ഭരണസമിതിക്ക്, നേരത്തെയുള്ള ഭരണസമിതിക്ക് കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ളൊരു കാര്യം. ഇവിടെ വികസനം എന്ന് പറയുന്നത് നിലവിൽ നേരത്തെയുള്ള ഭരണസമിതി തുടങ്ങിവെച്ച പദ്ധതികൾ, അതിൻ്റെ ഒരു പൂർത്തീകരണവും അതുപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങൾക്ക്, ഘടക സ്ഥാപനങ്ങൾക്ക് വൈറ്റ് വാഷ് ചെയ്തുകൊണ്ട് ശിലാഫലകം സ്ഥാപിച്ചതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ജനകീയ മുന്നണിയുടെ വികസനം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ ഈ പഞ്ചായത്തിലെ ഏറ്റവും നല്ല, കേരളത്തിൽ തന്നെ മാതൃകാപരമായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ഗ്രാമപഞ്ചായത്തായി ഏറാമല പഞ്ചായത്ത് മാറും. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. പ്രത്യേകിച്ചും നമ്മുടെ പഞ്ചായത്തിൽ ഒരുപക്ഷെ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഏറ്റവും സാധ്യതയുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ ഏറാമല. നടുത്തുരുത്തി പോലെയുള്ള മനോഹരമായിട്ടുള്ള 4 ഭാഗങ്ങളും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന നടുത്തുരുത്തി പോലെയുള്ള പ്രദേശം ഉൾക്കൊള്ളുന്നതാണ് ഏറാമല പഞ്ചായത്ത്. അവിടെയൊക്കെ ടൂറിസം മേഖലയ്ക്ക് ഏറ്റവും സാധ്യതയുള്ള ഒരു പഞ്ചായത്താണ് ഏറാമല. അതേപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായിട്ടുള്ള ഗ്രൗണ്ടുകൾ അത് നവീകരിച്ച്, ഇപ്പം ഏറാമല പഞ്ചായത്തിൻ്റെ അധീനത്തിലുള്ള ഒരു ഗ്രൗണ്ടാണ് ആദ്യം ഒരു മിനി സ്റ്റേഡിയം. ഈ കഴിഞ്ഞ ഭരണസമിതി 1 രൂപ പോലും ആ ഗ്രൗണ്ടിന് വേണ്ടി മാറ്റിവെക്കാത്ത ഒരു ഭരണസമിതിയാണ് ഈ കഴിഞ്ഞ കാലങ്ങളുണ്ടായത്. അവിടെ വടകര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ ഈ 4 വർഷത്തെ കാലയളവിൽ 27 ലക്ഷം രൂപയാണ് അവിടെ ഈ കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായിട്ടുള്ള ഈ മേഖലയിലേക്ക് മാറ്റിവെച്ചത്. അതേപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ നമ്മുടെ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യപ്പെടുന്ന ഈ ഓർക്കാട്ടിലെ CHSക്ക് കോടിക്കണക്കിന് രൂപ, ഏകദേശം 6 കോടി രൂപയോളം മാറ്റിവെച്ചുകൊണ്ടാണ് പുതിയ കെട്ടിടം ഇവിടെ കഴിഞ്ഞ ദിവസം മന്ത്രി ഉദ്ഘാടനം ചെയ്ത്. അങ്ങനെ എല്ലാ മേഖലയിലും, അതേപോലെ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടി എല്ലാ വാർഡിലും ഓപ്പൺ ജിം ഉൾപ്പെടെയുള്ള പുതിയ രീതിയിലുള്ള പുതിയ കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് ഈ LDFിൻ്റെ പുതിയ ഭരണസമിതി ജനങ്ങളെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡുകൾ എത്രയും പെട്ടെന്ന് നവീകരിച്ചുകൊണ്ട് പഴയ രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള ജനപ്രതിനിധികൾ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ചെയ്യും. അതേപോലെ തന്നെ ലൈറ്റുകൾ, അങ്ങനെ സമഗ്രമായിട്ടുള്ള ഒരു മാറ്റമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ ഞങ്ങൾ ഉൾക്കൊള്ളിച്ചത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ ഓരോ പഞ്ചായത്ത്, ഓരോ വാർഡിലും ഓരോ കളിസ്ഥലം എന്ന രൂപത്തിലേക്ക്